ഇത് മുഴുവൻ കാഴ്ച ബംഗ്ലാവ് പോലെയാണ്. ഇഷ്ടം പോലെ മൃഗങ്ങളാണല്ലോ. അയ്യോ, സിംഹം തൊട്ട് അയ്യോ ജിറാഫൊക്കെ ഉണ്ട്. ചൈതന്യ സൂ. ആ ഉണ്ണി, ആന ഇറങ്ങി സൗണ്ടാണോ? കിളി 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 തത്തമ്മ. ഉണ്ണി തരാ തത്തമ്മ തത്തമ്മ. ലവ് ബേർഡ്സ് ലവ് ബേർഡ്സ് ലവ് ബേർഡ്സ് ലവ് ബേർഡ്സ്. അതിങ്ങ ഉണ്ടോ? അതൊക്കെ ഇങ്ങ ഉണ്ടോ? അതിങ്ങ ഉണ്ടോ? അതും കൂടെ ഇങ്ങോട്ടോ. നീ അവനെ പിടിച്ചോ. തത്തമ്മ വലുത്. ഇത് ലവ് ബേർഡ്സ്. തത്തമ്മേനെ അറിയത്തുള്ളൂ. എൻ്റെ റൂമിലുള്ള ഇത് ഒന്ന് ഈ കളർ. നിനക്കുണ്ടോ ഇത്? ആ, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് ഈ കളറാണ്. അല്ല, അത് വേറെ തത്തേടെ നേരിട്ട് പോകണല്ലോ. തൂവലും കണ്ടല്ലേ? ഇത് ഇങ്ങോട്ട് മാറ്റിയോ? ഇല്ല, എങ്ങാനും ഇത് വീണാലും എടാ ഇത് പഴയതാന്നാ പറഞ്ഞത്. ഞാൻ കയറി ആ ഇനി അടുത്ത സ്ഥലം. ആ അടി അവനെ താഴത്തേക്ക് ഇറക്കല്ല് ഇറക്കല്ല്. ആ നിർത്തിക്കോളാം. ആ അമ്മ എടുക്കാം അമ്മ എടുക്കാം. സൂപ്പർ. മൂന്നാമത്തെ പ്രാവശ്യം ഇല്ലെന്നേ. 3 പ്രാവശ്യത്തെ മീഡിയ ഞാൻ എടുത്തിട്ടുണ്ടാകും. 2 പ്രാവശ്യത്തെ. ആ നീ ഉച്ചയ്ക്ക് ചോറുണ്ടില്ലല്ലേ? രവി പാടാ. അവിടെ ഉണ്ട്, പക്ഷെ ഇപ്പം അല്ല. മഷ്റൂം. അവന് നല്ല ഓർമ്മയാട്ടോ. ആ എടാ അതിൻ്റെ മേലേക്ക് കയറല്ലോ കേട്ടോ ഉണ്ണിക്കൂട്ടാ. എടാ ഉണ്ണി, എടാ അവിടെ പല്ലി കേട്ടോ അത് മേലിൽ. എടാ ഉണ്ണി പല്ലി 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 ഇതാ ഉണ്ടുണ്ട്. മേലിൽ പല്ലിയുണ്ട്. അവനാ എന്നാ ബാഗിങ് ഉണ്ടോ? ആ ബാഗിങ് ഉണ്ടോ? ആ താഴെ ഒന്നും പിടിക്കാം. ആ അവനെ വിട്ടോ. ആ എന്തി ആ ആ ആ ടെസ്റ്റ് അവിടെ നിന്ന് പിടിച്ചോ. ഇത് അയ്യോ ആ നീ വേണ്ട, മതി മതി മതിയായി. ഞാൻ അടുത്തത് ഇതേ സീബ്ര സീബ്ര സീബ്ര. ശരിക്കോ? ഉണ്ണി പോക്കോ, തിരിഞ്ഞിരുന്ന് പോകോ. ആ
ചെല്ല് ചെല്ല് പോക്കോ. ഞാൻ അടുത്ത സ്ഥലം ഒക്കെ തൂത്ത് കളഞ്ഞു. ബേബി അമ്മ അവിടെ ഇരിക്കും. അമ്മ ഇരുന്ന് എഴുന്നേപ്പിച്ചു വിടാൻ വേണ്ടി കേട്ടോ. ചാടി ചാടി ചാടി. ട്രെയിൻ ട്രെയിൻ ഞാൻ പിടിച്ചോളാം. പൊക്കോ പൊക്കോ. നമുക്ക് മറ്റേ ചായ കുടിച്ചിട്ട് വരാം. ബാ നേരെ ലെഫ്റ്റിലേക്ക് വിട്ടോ. ആ അതേ ഡൈനോ. ആ പേടിച്ചല്ലേ നമ്മൾ നേരെ അവിടെ ചായക്കടയുണ്ട്. ഇവിടെ വാടാ ഉണ്ണിക്കോട്ടാ വാ. ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ആ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി അന്നേ ഒളിപ്പിച്ച് വെച്ചേക്കാല്ലേ. നീ നിന്ന് തീർത്തോ? രണ്ട് കൈ ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വിളമ്പിൽ വേണമെങ്കിൽ പറഞ്ഞു. വിളമ്പിലുണ്ട്. ആ ഇതാ വേറെ ആണോ? ആ എടാ ബേബി എന്നാ ഉണ്ണിക്കോട്ടെ. അതെ ആ നമുക്ക് കയറണം. ഉണ്ണിക്കോട്ടെ നമുക്ക് കയറണം. പണ്ട് നീ കുഴപ്പമുണ്ടോ? ചായക്കട ഞങ്ങൾ നേരെ സ്കൂളൊക്കെ അവിടെയാണ്. ടോം ചേട്ടാ ഞങ്ങൾ വിചാരിച്ചു പുള്ളി മേടിച്ചു തരാൻ വേണ്ടിയായിരിക്കും. കുടിക്കുമോ? അവിടെ സ്വന്തം ചേട്ടൻ്റെ കടയുള്ളൂ. ശബരിമല എരിവ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കി തിന്നുമായിരുന്നു. ഇങ്ങനെ എന്തായാലും എടുത്തില്ല. പറയണ്ടേ ഞാൻ കുറച്ച് ഡീസൻ്റ് ആയിട്ട് കിട്ടില്ലായിരുന്നു. മുംബൈയിലും വേറെ 2 സ്ഥലത്താണ്. വെള്ളം കൂടി പിന്നെ പണിയായില്ലേ? കൊൽക്കത്ത, മുംബൈ, ഇപ്പോൾ സ്റ്റേഡിയം കാണാൻ വേണ്ടി മറ്റം വന്നായിരുന്നു. ഗുഡ് ബോയ് പിന്നെ ആരെങ്കിലും ഇല്ല നമുക്ക് കഴിച്ചോട്ടോ. പണി മേടിക്കില്ല. എന്നിട്ട് എനിക്കുള്ള മീനെല്ലാം
നമ്പരൊന്നും കണ്ടില്ലല്ലോ. ആ ഉണ്ട്. മറ്റേ ഒരെണ്ണം മതി. ഇത് നല്ല എരിവ. എരിവ് വേണ്ട. മറ്റേ കൂടെ അത് എനിക്കിഷ്ടമാണ്. അല്ല എനിക്ക് മറ്റേ വെളുത്തത് കൂട്ട്. ഞങ്ങൾക്ക് രണ്ടെണ്ണം. രണ്ട്, നാല്. നാലുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ടും രണ്ടെണ്ണം ഇങ്ങോട്ടും തന്നാ ഇവിടെ പ്ലേറ്റ് ഉണ്ട്. പോവാം ബേബി. പക്ഷെ ഞാൻ വേഗം കഴിക്കും. ഓൾറെഡി ജോലി ചെയ്യുന്നുണ്ട്. വാ വാ വാ. ആ ഞാൻ വേറെ ആർക്കും കൊടുക്കണ്ടായിരുന്നു. ആ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകോ. നീ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതൊക്കെ ഇവിടെ ബാഗൊക്കെ ഇവിടെ വെച്ചു. ബാഗും കുപ്പി എല്ലാം ഇവിടെ വെച്ചു. അവന് വെള്ളം കൊടുക്കണം. ആ വെള്ളം കൊടുക്കാം. ഇപ്പം അവനെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ എൻ്റെ ഷൂ ഇട്ടോട്ടെ. എല്ലാം 90% ഓഫ് ഡാറ്റ നമ്മൾ ആ നിനക്ക് അവിടെ പുഴൂരാണോ കയറണ്ടേ? ആ ആ അത് മതി. എല്ലാത്തിലും കയറി ഇറങ്ങി പോയാൽ മതി. ഉയ് കാല് പോയടി. നല്ല വെയിറ്റ് ആയിരുന്നു അല്ലേ? കാല് പോയോ? എന്നാ അവനെ ഞാൻ പിടിക്കാം. നീ തിരുമിക്കോ. ഇല്ല, കുഴപ്പമില്ല. അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ. ഇതിന്റെ കൂടെ പോകണ്ട. ആ കയറിക്കോ. ഏതിലെയാ വരുന്നേ? അതിലേ അല്ലേ? ഇവിടെയൊക്കെ വിടാം. വാ ബേബി. ഇത് കുഴപ്പമില്ല. വിട്ടോ വിട്ടോ വിട്ടോ. അത് വേണ്ട. എടാ ഇത് അവനതൊന്നും വേണ്ടേ? ആ ഇതാ സീന് സാധനം അത്. ആ ആ ഏറ്റവും അവസാനം നിന്ന് കൊടുത്താൽ മതി. ആ വരുന്നുണ്ട് വരുന്നുണ്ട്. ആ അവൻ്റെ ആഗ്രഹം കഴിഞ്ഞ്. ഇതിനകത്ത് ഇവന്മാർക്ക് കയറാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ആ അവന് മനസ്സിലായില്ല അതിലെ വലിഞ്ഞേറാനാണ്. നിനക്കും ടോണിക്കും പറ്റിയത് അവിടെ അപ്പുറത്ത് ജിമ്മുണ്ട്. നിങ്ങൾ പോയി അടിക്ക്. തമാശല്ല, അവിടെ ഓപ്പൺ ജിമ്മുണ്ട്. ചെല്ല്. ഇത് അങ്ങനത്തെ സാധനമല്ല, ഇത് രസമാണ്. എടാ അങ്ങനെ കയറ്റി വിടല്, അങ്ങനെ കയറ്റി വിടല്. അതിൻ്റെ കൂടുതൽ ആളുടെ കയറ്റി വിട്ടാൽ മതി. ആ ചെരുപ്പ് ഒരു കൈ പിടിച്ചോ. മറ്റേ ചെരുപ്പ് ഒരു കൈ പിടിച്ചോ, അല്ലെങ്കിൽ അത് മറ്റേത് ഉടക്കും. കാല് ഉള്ളു കാണോ അതിനകത്ത്? റോയൽ എൻഫീൽഡ് പോലെ പരാജയമായിട്ടുള്ള അതെ, ഇന്ന് റോയൽ എൻഫീൽഡ് എടുത്ത ഒരു കസ്റ്റമറുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ആ ആ ആ വാ വാ. മച്ചാൻ ഇതേ കയറി ഇവിടുന്നാണോ? ഓ ഇത് ഇച്ചിരി ഡേഞ്ചർ സാധനമാണല്ലോ. എനിക്കറിയാനോ, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. പടക്കം പോട്ടെ സ്പീഡിലാണ്. അതെ 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 അതെ, അത് ഉരുള സാധനമല്ലേ? ആ പോര് പോര് പോ. വലിയവർക്ക് ഇറങ്ങാൻ പറ്റും. എൻ്റെ ദൈവമേ. പോര് പോര്, കുഴപ്പമില്ല പോര്. ഓ ഇതിപ്പോലെ 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ജിമ്മിൽ പോകണ്ട കേട്ടോ. എടാ നിന്റെ മൊട്ടത്തലൊക്കെ പോടാ ഉണ്ണി, മതി.
ഓ ഇത് മിന്നൽ പോലെയാണല്ലോ വരുന്നത്. മതി മതി, അവൻ്റെ നടുവൊക്കെ പോകും. എടി മതി. അവനെ ഇഷ്ടപ്പെട്ടു. അല്ല പുഴു 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 ദേ വാ വാ, പുഴുവിനകത്ത് കയറി വാ. ഇതിലേ വാ ഉണ്ണി. ഓ ഇതെങ്ങനെ കയറാനാ? അതാ ഞാനും ആലോചിക്കണം ഇതിൻ്റെ അകത്തോടെ എങ്ങനെയാ പോണേന്ന്. ആ കൊച്ചു ഇച്ചോടെ വലിയ പിള്ളേർക്കുള്ളതാന്ന് തോന്നുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ അവൻ്റെ തലയൊക്കെ മുട്ടും. വേണ്ട അതിൻ്റെ അകത്ത് കയറാൻ പൈസ കൊടുക്കണോ? അതിനകത്ത് കയറാൻ പൈസ കൊടുക്കാം. നമ്മൾ കയറിയതാ പ്രാവശ്യം. അത് കയറാം, അതിനകത്ത് പൈസ കൊടുക്കാം. പക്ഷെ അത് മുഴുവൻ പൊടിയായിരിക്കും. അല്ല ട്രാമ്പോളിനകത്ത് കയറാം. എടാ ഉണ്ണി വാടാ. ആ ബേബിനെ കയറ്റാനാണോ പറഞ്ഞേ? നീ ആ ബാഗ് ഇങ്ങനെ കൊണ്ടുപോവാ. ബാഗ് ഞാൻ പിടിക്കാം, ഇങ്ങനെ കൊണ്ടുപോവാ. നീ അവനെ നോക്കിയാൽ മതി, ഞാൻ ഇതും കൊണ്ട് നടക്കുമല്ലേ എന്തായാലും. അതിലല്ല നീ കയറേണ്ടത്. എന്നാ ബേബി വാ. എന്നാ ഉണ്ണി എടുത്താ വാ 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 വാ. എടി അതിലെ കയറി അവനെ തലയൊക്കെ ഇടിക്കൂടി. വേണ്ട, അത് ഭയങ്കര റിസ്ക്. ആ ട്രാമ്പോളിന് കയറാം വാ. ആ അത് ചെയ്ത് ആ അവൻ കയറി ചാടിയിട്ടുള്ള. അതിലേ അല്ലടാ കയറണ്ടേ, അപ്പുറം വഴിയാ. വലിയവർക്കും ചാടാനുള്ള സാധനം സെറ്റ് ചെയ്യണം. ഇത് വലിയൊരു ചാടി കഴിഞ്ഞാൽ നല്ല അതാ കീറിപ്പോകും. ആ ബാക്കിയെല്ലാം ഓക്കെ ആണല്ലേ? ആ ഈ സാധനങ്ങളൊക്കെ ആ ഓക്കെ. ആ ഏതാ സിപ്ലൈൻ എവിടെ ഉള്ള? അവിടെ ഉണ്ടല്ലേ? ആ ശരി. ആ എവിടെയാ പഠിക്കുന്നത്? പോളിടെക്നിക്. ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ പോരുമോ? ആ അപ്പോൾ വൈകിട്ട് എത്ര മണി വരെ നിൽക്കും ഇവിടെ? ആ 7:30 വരെ ഉള്ളൂ ഇവിടെ. ആ നിൽക്കാറുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ. ആ ആ ഇവിടെ പിന്നെ എല്ലാ ദിവസവും അത്യാവശ്യം ആൾക്കാരുണ്ടെന്നോ അല്ലേ? ആ ഓക്കെ. എൻ്റെ പേരെങ്ങനെ? അദ്വൈത്. ഓക്കെ. ഇത് നമുക്ക് എത്ര സമയം? 15 മിനിറ്റോ? അരമണിക്കൂർ? എടാ ഉണ്ണി ഇങ്ങോട്ട് വരില്ല. അയ്യോ പേടിയാണ് എന്നെ കണ്ടിട്ട്. ആ കുടി പോടാ, കാല് പോടാ ഉണ്ണി. ചാട്. ജംപ്. ആ ജംപ്. അയ്യോ റെസ്ലിങ്ങിൻ്റെ ആളാ ഞാൻ കേട്ടോ. ഞാൻ കണ്ട് നല്ല ഇത് വീഡിയോക്ക് അത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി നല്ല വേദന എടുത്തിട്ടുണ്ടാവും. ഒന്നും ചെയ്യാനില്ല പക്ഷെ കാണിച്ചേ, കാല് കാണിച്ചു. എല്ലിന് പൊട്ടലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നോക്കിയാൽ മതി. അവിടെ പോ, ഇവിടെ കുഴി, അവിടെ പോ, നടക്കുവോ? പുള്ളി കൂടെ ഇങ്ങോട്ട് വരല്ലോ കേട്ടോ. മടുത്തിപ്പോ അവിടെ തുടച്ചെടുക്കുകയാണോ? ഇനി ഇഴയുള്ളൂ കിടന്ന്. ആ അത് കീറി പോകാറായല്ലോ. എടാ ബേബി നോ എടാ ബേബി അതൊന്നും ചെയ്യില്ല. നീ വാങ്ങോ. വീഴും. ആമാ ആ നടുക്കോട്ട് വാ. സെന്റർ. അവന്റെ സ്പൂണാണത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവനെ മാറ്റിയിട്ടേ ഞാൻ കയറാം. 57 വയസ്സായി, എന്നിട്ട് 7 വയസ്സാണ്. വെല്ലൂർക്ക് ചാടുന്നുണ്ട്. ഉണ്ട് ഇവിടെ ഇല്ല. അതും കൂടെ വേണം, അത് നമുക്ക് എല്ലാവർക്കും ചാടായിരുന്നു. അതെ ഇനി ബോളെ കയറാനായിരിക്കും. ബോളിന് പോവാനാ. ഞങ്ങൾ വണ്ടന്ന് വന്നിട്ട് സ്ഥിരം ഇത് തന്നെയായിരുന്നു. കുറേ നേരം ഇതിനകത്തായിരുന്നു. കുറേയൊക്കെ ചളങ്ങിപ്പോയല്ലേ? അടിയിലൊക്കെ ചടങ്ങ്. ഓ ഇവിടെ പൈപ്പ് ഇതുണ്ടല്ലേ? ആ അക്രിലിക്
പൊടി അടിക്കാതിരിക്കാനടാ, പൊടി വരാതിരിക്കാനൊക്കെ ആയിരിക്കും. നല്ല ബോളല്ലേ ഈ ഗ്യാപ്പിൽ കൂടെ ഈ കമ്പിയിൽ ഓ എന്തോ പൊടിയായിരിക്കും. ഇല്ലില്ല, നീ അറ്റത്തിരുന്നു. നീ അങ്ങോട്ട് കയറില്ല, നീ പോരും. അല്ല ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഇരുന്നാൽ മതി. അല്ല നീ ഇവിടെ ഇരുന്നാൽ മതി. എടീ നീ ഇവിടെ ഇരുന്നേ, ഇവിടെ വന്നിരുന്നേ. എവിടെ എവിടെ ഇരിക്കും? എടി നീ ഇവിടെ വന്നിരുന്നേ, പറഞ്ഞേക്ക് ഇവിടെ വന്നിരിക്കും. ഫോട്ടോ എടുത്തോ അമ്മേടാ. എടി അടി അവിടെ നീ എഴുതി വെച്ചിട്ടില്ല, ശരിയല്ല. ഫോട്ടോ എടുത്തോ തൽക്കാലം. ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ഓരോരോ ആഗ്രഹങ്ങളെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. മനസ്സിൽ ഞാനൊരു കുട്ടിയാണ്. പറ്റിയ സിറ്റുവേഷനാ. അവിടെ പോയി ആ പോയ വണ്ടി ഇനി തിരിച്ചു വരുമോ? അന്ന് ഇപ്പം മുട്ടയായിരുന്നു അല്ലേ? ബോൾമാൻ ഗ്രീൻ ഗ്രീൻ. രണ്ടെണ്ണം എടുത്ത് പോക്കറ്റ് ഇട്ടോ. ഗ്രീൻ ബോൾ. ആരും അറിയില്ല. ഇവിടെ വന്നപ്പോ നല്ല ചൂട്. തിരുമ്പ് ആണല്ലേ? എന്തോ ഇതൊക്കെ വെയിറ്റ് താങ്ങിക്കോളും, പ്രശ്നം. ഫ്രെയിം കൊള്ളാം. അങ്ങോട്ട് പിടി, ഇങ്ങനെ പിടിച്ച്. അല്ല ആ ഇത് കിട്ടാതെ പറ്റുമോ? അവനും ബോൾ മാത്രം. ആ അത് തന്നെ. റെഡ് ബോൾ, ഗ്രീൻ ബോൾ, പക്ഷെ എന്തൊരു സ്മെല്ലുണ്ട്. ഓറഞ്ച് ബോൾ, നല്ല കളർഫുൾ ആണല്ലോ. എടാ ബേബി, എടി നീ എറിഞ്ഞ് കളയല്ലോ കേട്ടോ. കൊടുക്കാൻ ഫൈൻ അടപ്പിക്കും. ഒരു ബോളിന് 10 രൂപയാ. വേണ്ട, അത് കുഴപ്പമില്ല, ഫാൻ വേണ്ട. എടാ പൊടിയൊന്നും ഇല്ലടാ. അല്ല അതുകൊണ്ടല്ല, വെറുതെ എന്തിനാ കറണ്ട് കളയാൻ. ഇടാ സോണി, നിന്റെ വാക്കിനൊരു വിലയില്ല കേട്ടോ. എന്നാ നിന്റെ വാക്കിനൊരു വിലയില്ലെന്ന് പറയാം. ഇട്ടോടാ സാധനം. കുടുംബകലക്കാൻ വന്നിരിക്കുന്നു. സോണി അങ്ങനെയൊന്നും കലക്കില്ലെന്ന് പറ. കൈ ഒരു വാക്ക് ഒരു മൂളില് മൂളിയാ മതി, തീർത്തേക്കാ ഞാൻ. റെയിൽവേ ട്രാക്ക് അല്ലേ? അതെ, അത് ശരിയാ. പണ്ട് ഞങ്ങൾ ആദ്യം വന്നപ്പോഴേ ഇത് ലോട്ടറി ആണല്ലോ. ചൂച്ചു ട്രെയിനും കാണാം. താളി ഓടിക്കാം. നോക്കട്ടെ, പോലെ മരുന്നോടെ നോക്കാം. ഇവിടെ അങ്ങനെയൊന്നും പറ്റിയല്ലേ. അല്ല ഈ കറണ്ട് കമ്പിയൊക്കെ ഉള്ളതല്ലേ, ചിലപ്പോൾ പിടിച്ചാലോ. ആ എടുത്തോ അവനെ. ഇല്ല, വരുന്നില്ല. പോവാണോ? ഇവിടെ ഇരിക്കാൻ വന്നതാ. നീ ഇരിക്കണോ? ഇരിക്കാൻ വന്നോ? ഓ, നീന്തി തുടിക്കുകയാണല്ലോ മത്സ്യകന്യകൻ. വിൻസെന്റേട്ടൻ പിള്ളേരെ ഇവിടെ കൊണ്ടുവരാൻ ഡോൾഫിൻ ഡോൾഫിൻ ഉണ്ണി ഡോൾഫിൻ. അവൻ വലുതാകുമ്പോ പറ്റിച്ചേ. ഓറഞ്ച്, റെഡ് ബോൾ. അടുത്ത കളർ എടുക്ക്. യെല്ലോ എന്തിനാ ഉണ്ണി? യെല്ലോ യെല്ലോ. ബേബി അങ്ങനെ ചെയ്യില്ല. എടാ എടാ ഉണ്ണിക്കൂട്ട അങ്ങനെ ചെയ്യില്ല കേട്ടോ. അവനറിയാം അവരുടെ മുഖത്ത് കൊള്ളില്ല. എടാ അങ്ങനെ ചെയ്യാടാ ഉണ്ണിക്കൂട്ട. എന്റെ കാല് കോച്ച്. ഞാനറിഞ്ഞ ആ സാധനം അവന്റെ കാലിൽ കഴിഞ്ഞപ്പാ. ഇമാരെ എറിയുന്നറിയാം, അതുകൊണ്ട് ഈ സാധനം വെച്ചേക്കണം, അക്രിലിക് ഷീറ്റ് വെച്ചേക്കണം. ഉണ്ണി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഉണ്ണി നമുക്ക് ഇച്ചോടെ ചാടിയാലോ? ആ അത് കൂട്ടിയല്ലേ. എന്നാ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വേണം. വാടാ ഊർന്നിറങ്ങാം. വാ. അവന്റെ തല മാത്രം.
അവനിടുവാ. കുറച്ച് എടുത്ത് പോവാം. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വലിയ പാടാ. വെള്ളത്തിൽ മുങ്ങി പോണ പോലെയാ. അതല്ല കറങ്ങി ഇറങ്ങല്ലോ. ആ അരി ഇറങ്ങി, നീ ഇറങ്ങില്ല. പിന്നെ ഇറങ്ങാതെ ഞാൻ ബോൾ എടുത്ത് എങ്ങനെ ഇടും? അത് വേണ്ട, അവിടെ ഇരുന്നാൽ മതി. നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നു. ട്രെയിൻ. ഹായ്. വിളിച്ചിരിക്കുക. പാസഞ്ചറിൽ എങ്ങനെ സ്ലീപ്പർ തന്നെ പാസഞ്ചറിൽ സ്ലീപ്പർ ഉണ്ട്. ഡൽഹി പോണ പാസഞ്ചർ ആയിരിക്കും. എന്റെ കാല് മടക്കാൻ വരുന്നത് എന്റെ കാല് ആണല്ലേ? പൊട്ടലുണ്ടായിരിക്കും മിക്കവാറും. ബേബി അതിങ്ങ് എടുത്തോ. ബേബിയുടെ അതിങ്ങ് എടുത്തോ. നീരുണ്ടോടി? ഉണ്ടല്ലേ? അല്ലേ? രണ്ടുപേരും പണി പാളിയോ? ഇല്ല ഇല്ല കുഴപ്പമില്ല. ബേബി വാടാ. ഇതാ. ഹായ് പപ്പാ. പപ്പാ പപ്പാ ചേച്ചി മീൻ വാ. എന്തോ അയ്യോ കണ്ണു പോയി. എടാ ബേബി വാടാ, പോടാ. ഹെലികോപ്റ്ററിൽ കയറാം നമുക്ക്. വാ. ആ അപ്പാ സോണി ഇറങ്ങിയപ്പോഴാണ് വാ വാടാ വണ്ടി വാ. ഹെലികോപ്റ്ററിൽ കയറാം. അടുത്ത സ്ഥലത്തേക്ക് പോവാം. സോണി ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ബോളൊന്നും പിറക്കല്ലോ കേട്ടോ ഉണ്ണി കൂടാ. അമ്മ എടുത്തോണ്ട് ചെല്ലു. വാ പോ. വാ വാ ഹെലികോപ്റ്റർ. ബേബി ഹെലികോപ്റ്റർ വാ. വാ വാ ഹെലികോപ്റ്റർ വാ. ആ അവിടെ നിന്ന് പൊടിയായിരിക്കും. അല്ലേ? ഉണ്ണി കൂടാ, വാ വാ വാ. എടി അവനെ പിടിച്ചു. ഞാൻ വരണോ? നീ അവനെ എടുക്കാം അവിടെ ടോണി. ചേച്ചി ഹെലികോപ്റ്ററിൽ കയറി ഞങ്ങൾ കയറാൻ പോവാം. ചേച്ചിയാണ് ഇങ്ങോട്ട് വരാം. വാ ഹെലികോപ്റ്ററിൽ കയറാൻ. അത് ഫുൾ കൺഫ്യൂഷനാ. അവൻ ഏത് കയറണം എന്നുള്ളതാ. ഹെലികോപ്റ്റർ വേണം, ബോൾ ഹെലികോപ്റ്ററിൽ കയറാൻ വേണ്ടി ചാർജ് എന്തെങ്കിലും. ആ അവിടെ വന്ന് അവിടെ കയറാം. കാറ്, ട്രാംബലിൻ. ഇത് ഈ 3 സ്ഥലത്തല്ലേ ഉള്ളു. ആ കാറ് അവന് താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. നമ്മൾ അന്ന് കയറ്റി ചെയ്തല്ലേ. ചെരുപ്പെന്തി? ആ ആ ഇത് തന്നെ. എനിക്ക് ശമ്പളം കിട്ടണ്ട ഇവിടുന്ന്. എന്താ ദൈവമേ, അതിൽ കയറാൻ പറ്റിയല്ല ഉണ്ണി. ആ വള്ളയുണ്ട്. ഇതെന്നാ പരിപാടി? ഇത് കറക്കുവാണല്ലേ? ഫാൻ കറക്കി കൊടുത്തേ. ഇത് ഫാൻ കറങ്ങുള്ളൂ. ഓ അത് ശരി. അല്ലാണ്ട് പറഞ്ഞു പോകത്തൊന്നുമില്ല. സ്പ്രിംഗ് ഉണ്ട് പക്ഷെ നാളെ. ആ സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്. ആ അതെ. പൈലറ്റ് സീറ്റ്. ആ അങ്ങനെ വാവനെ ഹെലികോപ്റ്റർ കയറ്റിരുന്ന അതെ അതെ. നീ പറയാലോ. ഏയ് കയറുന്നത്
ആ ബേബി യാഹാ പേപ്പം കയറിയ സാധനം ഭൂമിക്കടിയിൽ പോകും. ഉണ്ണി പേപ്പർ. എടാ, ഇത് അപ്പയാണ്. സോണി, ഏതോ ഇത് അപ്പയാണ്. ആ ഉണ്ണി ഉണ്ണി ഇരിക്കെ അപ്പ ഇരിക്കെ. ഏ ആണോ? നീ ആ ചുറ്റും നോക്കി വേറെ എവിടെ പേടിയാണോ എന്നാ ഞാൻ കറങ്ങാ. ഉണ്ണി കഴിഞ്ഞാ? ഉണ്ണി വാ. നമുക്ക് ജീപ്പിൽ കയറാം. വാ, താഴെ വാ. അയ്യോ ഉണ്ണി കാർ ഓടിക്കാം. കാറ് വാ, ജീപ്പ് ഉണ്ടോ അവിടെ? വാ. റേസിംഗ് കാർ, പോലീസ് കാർ ഓടിക്കാം. വാ. ഞാൻ മറ്റേ സിനിമയിലൊക്കെ കാണാൻ മറ്റേ ഇവിടെ നിന്ന് യാത്ര ചെയ്യണം. നമ്മളെ പഴയ കമാൻഡർ ജീപ്പിന്റെ പുറകെ ചേട്ടൻ തോന്നിയെന്ന് പോണത് ഞങ്ങള് പോലീസ് കാർ അതും പറഞ്ഞില്ല. അത് ഭയങ്കര ഹീറോയ്ക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു. കാർ എവിടെയാണ് സുഹൃത്ത്? കാറപ്പുറത്ത് കാറ് വേണ്ട നമ്മൾ നടക്കാം വാ വേണ്ടെന്നേ കാറ് വേണ്ടെന്നേ വാ വാ അത് ഇങ്ങനെയാണോ? വേണമെന്ന് പറഞ്ഞോ കീ ഇല്ല നമ്മുടെ കയ്യിൽ. ആ ചേട്ടൻ്റെ കയ്യിലാക്കി. ഇത് നമ്മുടെ നിൻ്റെ അടുത്ത് ഇരിക്കണ സാധനം തന്നെടാ പക്ഷെ അതിൻ്റെ ബാറ്ററി പോയി നിൻ്റെ ബാറ്ററി പോയി അത് മാറി വെക്കണം ആ അതെ 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 ഇല്ല ഇല്ല അത് സെയിം ആടാ ഓ ഇത് കേറിയ ലോക്ക് ഇടാല്ലേ. ആ ഇതെല്ലാം സെയിം തന്നെയാണെന്ന് തോന്നുന്നു പക്ഷെ അന്ന് വരുമ്പോൾ ഇത്രയൊന്നും ഇല്ല കേട്ടോ അന്ന് വരുമ്പോൾ ഇത്രയൊന്നുമില്ല 3 എണ്ണം 4 എണ്ണേ ഉള്ളൂ ഷോയ്ക്ക് വെച്ചേക്കണായിരിക്കും അത് ചിലപ്പോ ആയിരിക്കും. ഷോ കാണുമായിരിക്കും അല്ലേ 52,000 ലിറ്ററിന്റെ ടാങ്കാ ടോണി അങ്ങോട്ടാ പോയെ അതിന്റെ അകത്ത് ടോണി അതിനകത്തുണ്ടല്ലേ ഡൈനോ ഞാൻ പറഞ്ഞു തന്നെ അവൻ പറഞ്ഞു. അതാ നല്ല കാറ് കാണാൻ സെറ്റപ്പാ പുളിമുട്ടയല്ലേ കാണിച്ച് ആ അത് സൂപ്പർ സാധനം ദാനെ ദാനമേ കേസ് പുള്ളി. എന്ത് ആ വാ 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 ഇതിൻ്റെ റിമോട്ട് ഉണ്ടോ അയ്യോ എൻ്റെ കൈ വേണ്ട ഇതിനകത്ത് ലൈറ്റ് ഉണ്ടല്ലോ ലൈറ്റുള്ള വണ്ടികളാ. ഇതിന് ലൈറ്റ് ഉണ്ടല്ലോ അത് വെച്ച് switch ആണോ? അതിന് sound ഒക്കെ ഉണ്ട്. ഇത് നോക്കട്ടെ. എന്നാ ഇருக்கு വാ, ഇത് വാ, അതിപ്പോ. പണ്ടത്തെ ഒരു ടേസ്റ്റ് ഇല്ല. ആടാ അത് ഇതിൻ്റെ ടേസ്റ്റ് പോയതല്ല നമ്മളെ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാണ് ഉണ്ണിക്കോട്ടാ ഇരുന്നോ അതല്ല ഉണ്ണി ഇതാ ഇതാ പോലീസ് പോലീസ് ഏതോ ചുമ്മാ steering ഇരിക്കെ. ആ. ഫോണൊക്കെ ഇരി. steering ഇരി. ടോണിയാണോ സ്റ്റിയറിങ് ഡ്രൈവർ കണ്ണാപ്പി. ഭഗവാൻ ഒന്ന് steering ഇരിക്കെ. ആ
ആ ഇത് കൊള്ളാമല്ലോ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ. എടി നീ അവൻ്റെ കൂടത്തിൽ നിന്നോണേ. എടി അവൻ ചാടാൻ നോക്കണം കേട്ടോ. ബെൽറ്റില്ല. ഇതിലേക്ക് ഇറങ്ങി പോന്നാ പോരെ, ഇതിലേക്ക് ഇറങ്ങി പോരാ. ആ ആ നല്ല അടിപൊളി വണ്ടിയാണല്ലോ ഇത്. ആ ഇന്ന് രാഷ്ട്രീയക്കാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് നോക്കണം. എടാ ആ വലത്തേക്ക് വലത്തേക്ക്. ഇല്ല ഇവിടുന്ന് കറങ്ങി അതിലേ വരാം. ഞാൻ ഓടിക്കണോ? ആ വണ്ടി വരുന്നുണ്ടേ, ശ്രദ്ധിച്ചോണം ടോണി. ആ ഇനി വലത്തേക്ക് ഇടത്തേക്ക് എടുത്താൽ മതി. വേണ്ട, ഞാൻ എന്നെ കിട്ടുന്നുണ്ടല്ലോ. വണ്ടി വലിയ നീ അടിയോ? ഛേ പല്ല് വണ്ടി നീ അടിയോ? അത് വേണ്ട, അവത്തെ ചവിട്ടിയാൽ വണ്ടി അവൻ സ്വന്തമായിട്ട് കൊണ്ടുപോകും. പോയാ കഴിഞ്ഞോ? ആ അത് കട്ടറ. അതെ 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 അതെ. അവിടെ ബ്രേക്ക് ഉണ്ടോ? ഒന്ന് തള്ളി വിട്ടാൽ മതി. ചാർജ് ഇല്ലടാ, ചാർജ് തീർന്നതിൻ്റെ അതാ. നീ ഇടത്തേക്ക്. ആ പോവാം, കുഴപ്പമില്ല. ഏതാ? ആ അതെ അതെ. ഹാംസ്റ്റർ. ഹാംസ്റ്റർ അല്ലേ, ഗിനി പന്നി അല്ലേ? ചെറുത് എലി പോലെ ഇരിക്കണം. അങ്ങനെ സാധനമുണ്ട്. ഗിനി പിഗ്. ഇത് ഹാംസ്റ്റർ ഇത്രയും വലുതായില്ലോ. ഇല്ലല്ലേ? ആണോ? പിന്നെ ഇത് ഹാംസ്റ്റർ. അത് കടിക്കും കടിക്കും, എലിയെ പോലെ എൻ്റെ പല്ല്. പക്ഷെ പാവാ, അങ്ങനെയൊന്നും കടിക്കില്ല. ഹാംസ്റ്റർ ഹാംസ്റ്റർ. വണ്ടി സൈഡിൽ
അതിന്റെ നടുക്ക് വേറെ രണ്ട് തീറ്റയുണ്ട്, പെല്ലറ്റ്സ്. പെല്ലറ്റ്സ് ഉണ്ട്. ഒന്ന് വണ്ടിയിൽ പോവാം അങ്ങോട്ട്. വണ്ടി യാത്ര ചെയ്യാം. ഇത് ബോട്ട് കാണാം. ഇവിടെ വണ്ടി വേണേൽ സൈഡിൽ പാർക്ക് ചെയ്യാം. ഡ്രൈവർ ഇപ്പം മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ ഈ സെറ്റപ്പായി. ഏതാ? ആ ഇത് ഇപ്പോൾ റിമോട്ട് വെച്ച് ഓടിക്കാൻ സെറ്റപ്പായി. ടോണിക്ക് ഓടിച്ച് കളിക്കാൻ വേണ്ടി വെറുതെ 50 രൂപയ്ക്ക് എടുത്തല്ലേ. ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റുമോ? ആ മതി മതി, ഇവിടെ പാർക്ക് ചെയ്യും. ഓ ആ അതെ ഇതേടാ ഉണ്ണി മാൻ മാൻ. അവന് ഇനി ആനപ്പുറത്ത് നിന്ന് മാറി ബോട്ടെ പോവാം. ഇതേടാ ഉണ്ണി ഇതേ മാൻ്റെ പുറത്തിരിക്കണം. എൻ്റെ പേടി മാറല്ലേ. ഇതേ മാൻ. ആ അവിടെ ഇരുത്തുവാണോ? ഞാൻ അവിടെ നിൽക്കാം, എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോകാം. അവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ, കൊടുത്തതേ മേത്ത് കുത്തിക്കുക. ഇരുത്തണ്ടോ? എടുത്തോ. അവിടെ ഇരുത്തണം ഫ്രണ്ടിൽ. ഫ്രണ്ട് ഇരിക്കും. വണ്ടി കൊണ്ട് കേട്ടോ. ആ ബോട്ട്. ആ താറാവ് താറാവ്. കറക്റ്റ് ബോട്ടിൻ്റെ ഷേപ്പായി. പിടിച്ചോടി പിടിച്ചോടി. റെയിൽപ്പാളം കാണാം അല്ലേ? കോട ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് തീയിട്ട് ഓ കൊള്ളാം. ആ ആള് എവിടെയാണ് നിൽക്കണ്ടേ? ആ മിക്കി മൗസ്. കറക്കായിരുന്നു. അയ്യോ പാവം. ഇത് കാലിലെങ്ങനെയുണ്ട്? ഉറുമ്പുണ്ടല്ലോ. ഉറുമ്പല്ലേ ഇത്? അല്ല അത് ഒച്ച അല്ലേ? സ്നെയിൽ, പുഴു, കാറ്റർപില്ലർ. ആവേശമായി. എവിടെ ഇരിക്കുന്നത്? ഉറുമ്പ് 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 ഇവിടെ ഇരിക്ക്. അയ്യോ ഈ ഉറുമ്പ് ഹെണ്ണിനൊന്നും ചെയ്യല്ലേ. ഉറുമ്പ് അതാരാ ഉണ്ണേ? അതാരാടാ? അതാരാ? മാനോ? മിക്കി മൗസ്. ഇതാരാ? മാനോ? അത് മാൻ. മിക്കി മൗസ്, മാന്, ഉറുമ്പ്, കോഴി, താറാവ്. ആ സാധനം തന്നെ, അതുപോലത്തെ തന്നെ. അത് വെള്ളയല്ലേ അല്ലേ? ആ
അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാണുന്നത്. അപ്പോൾ ചാടും. അമ്മയും വരണോ? എനിക്ക് അമ്മയും വരാം. അത് ഇത് ഞാൻ ഇരുന്ന് ഒടിഞ്ഞു പോടാ. ആ അത് കയറി കഴിഞ്ഞാൽ പണിയാവുന്നു. അത് പിള്ളേർക്കുള്ള ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വേണോ? ഞാൻ നിൽക്കാം. ആ ബേബി വീണ. അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഇത് സ്മോളാ. എടാ ബേബി സ്മോൾ ചുമ്മാ ഇരിക്കുന്ന പോലെ കാണിക്കാം. ബേബി ആ ഇരിക്കില്ല കേട്ടോ, ഇരിക്കില്ല. ആ മതി, എഴുന്നേറ്റ്. എടാ ബേബി അവിടെ ഇരുന്നാൽ പോവും, അത് പോവും. ആ ബേബി ഇരി. ആ അയ്യോ കോഴി ഡക്കിനെ കടിക്കാൻ വരുവാ കോഴി. നമുക്ക് വേറെ കാണാം, വെള്ളം കാണാം. കപ്പൽ. ചക്ക മീനുണ്ടല്ലേ? മീനെ ഞാൻ കണ്ടില്ല. അമ്മാരെന്തി? ആ വരുന്നുണ്ട്. അതേ മീൻ അല്ല മാൻ. ഇത് മാനും കോഴി. അതിനെന്തോന്ന് അറിയാം. ആ മേളിൽ കയറി ഇരിക്കാം അല്ലേ? ബാ എടാ മേളിൽ കയറിക്കോ. മുകളിൽ പോവാം. എടാ നിങ്ങൾ മേളിൽ കയറി. എടാ റോണി മേളിൽ കയറാം. അണ്ടർ കൺസ്ട്രക്ഷൻ ആണോ? അപ്പം കയറാൻ പറ്റിയതാ. മാസാടെ കുപ്പി എടുക്കാൻ പോ. ഏത് കിഴങ്ങാണോ അതോ വലിച്ചെറിഞ്ഞിട്ട് പോയത്? ദേവനെ കൈ പിടിച്ചോ. ആ ഉണ്ട് ബാബ പോയേക്കാം. ചേട്ടാ പ്ലാസ്റ്റിക് കത്തിക്കുന്നല്ലേ, വെറുതെ അല്ലേ വൃത്തിയായിട്ട മണം വരുന്നത്. ഇവർക്ക് ഇതൊക്കെ ഇത് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തൂടെ? എന്തോ നീ കയറുമെന്ന് എനിക്കറിയാം, പക്ഷെ വേണ്ട. നമുക്ക് വീട്ടിൽ ചെന്ന് നമുക്ക് അവിടുത്തെ വല്ല അപ്പുറത്തെ കപ്പിയാറുടെ റബ്ബറെ തൂങ്ങിയാൽ പോരെ. അതാകുമ്പോൾ എടുത്തുകൊണ്ട് ഓടാൻ എളുപ്പമുണ്ടല്ലോ. ഇതിപ്പോൾ ഇവിടുന്ന് എത്ര ദൂരമുണ്ട് മുട്ടി ഇറക്കി. എടാ ഇവിടെ ഈ സാധനമൊക്കെ ഇരിപ്പുണ്ടാകാം. എന്താ മോനെ, പുലി ചക്ക തിന്നാനല്ല കയറിയത്. ചക്ക തിന്നാൻ വരുന്ന ആ മക്കാക്കിനെ പിടിക്കാൻ, മക്കാവിനെ പിടിക്കാനാ. മക്കാക്കയോ? മക്കാവ് നോക്കട്ടെ. മക്കാക്കെന്ന് പറഞ്ഞത് മക്കാന്ന് കേട്ടിട്ടുണ്ട്, മക്കൂന്ന് കേട്ടിട്ടുണ്ട്. മക്കാക്കാന്ന് ആദ്യം കേട്ടോ. മക്കാക്കെന്ന് പറയുന്ന സാധനമുണ്ട്, കുറങ്ങാന്നേ ഉള്ളു. അത് എനിക്ക് തോന്നുന്നത് മക്കാവിനും കാക്കയുടെ മിക്സ് ആയിരിക്കും, മിക്സ് ബ്രീഡ്. പിടിച്ചോളാം ഞാൻ. അതിൻ്റെ മേളിൽ എന്തോ സംഭവം ഉണ്ടല്ലോ. ഞാൻ എൻ്റെ മേളിൽ കയറാൻ പോവാം. ഞാൻ എന്തായാലും എൻ്റെ മേളിൽ കയറാൻ പോവാം. അകത്തേക്ക് കയറാൻ പോവാം. 10 വയസ്സിലുള്ളവർ കയറല്ലോ. ആ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. അയ്യോ ഇതോ ഇതിൻ്റെ മേളിൽ ഒന്ന് കയറാമായിരുന്നു. എടാ മേളിലേക്ക് കയറ്റിക്കില്ലടാ ടോണി. എടാ അപകടമാണ്. അതിന് എന്തെങ്കിലും കാര്യമില്ല എഴുതി വെക്കുമല്ലോ അവരങ്ങനെ. അത് മതി, അവനെയും കൊണ്ടുവരും. എടി നീ അവൻ്റെ അടുത്ത് പോക്കാം. തലയൊക്കെ അവിടെ ഇടയ്ക്ക് ഇട്ടിക്കും. നീ ചെല്ല്. പക്ഷേ പറ്റല്ലല്ലോടാ. അയ്യ എനിക്കും പറ്റത്തില്ല, അത് വേറെ കാര്യം. തൂങ്ങാൻ എൻ്റെ കൈ മേലാത്തോണ്ടാ, അല്ലെങ്കിൽ വെയിറ്റൊക്കെ താങ്ങുമായിരുന്നു. എനിക്ക് എൻ്റെ ഉരം പോയി. എനിക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഇപ്പം. ഹായ് ബണ്ണി.
അവന് മുയൽ. എടാ ഇവനല്ലേ ഈസ്റ്ററിന് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നത്? അവൻ്റെ കണ്ണ് വൈകിയിരിക്കണം. അവൻ്റെ മൂക്കുണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ. ഈസ്റ്റർ ബണ്ണിയാ ഉണ്ണി, ഈസ്റ്റർ ബണ്ണി. അതിന് മൂക്ക് ഇത് ഇങ്ങനെ 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 വെറുതെ ഇങ്ങനെ. ഒറ്റ ഒരുത്തനേ ഉള്ളൂ. മറ്റേ വർഷത്തിനുള്ളൂ. ബാക്കി എല്ലാത്തിനും ഫ്രൈ അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഫ്രൈ അടിച്ചാണ്. അങ്ങനെ പറഞ്ഞല്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഒരു വളിപ്പ് പറഞ്ഞു. ക്യാമറ ഓഫ് ആക്കി. ഇതൊക്കെ പറയല്ല, പിടിക്കണായിരുന്നു അതിനകത്ത്. അതൊക്കെ എടുത്ത് വേണം പച്ചക്ക് യൂട്യൂബിൽ. ഒരാളെ ജീവിതം ഞാൻ കാരണം അങ്ങനെ അതുകൂടെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടത്. ആറ് വണ്ടിയുടെയോ? ആ വണ്ടിയുടെ ഡോർ തുറന്നിട്ടാണ്. കാറല്ലേ വഴി കൂടെ ഇതിനെന്തി? ആ ആ വാ. അപ്പം അവിടെ നിന്ന് നീ അവിടെ നിന്നാ ഇങ്ങോട്ട് കയറി. വാടാ ബേബി. മാക്രിയുടെ വായിക്കടയാ വന്നത് കേട്ടോ നീ. ഉണ്ണി മാക്രി ഇത് മാക്രിയുടെ നാക്കിനകത്തിനാണ് വന്നത്. ആരുടെ ഡിസൈനാണ് അത്? അടിപൊളിയാണ്. ബന്നി 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 വേഗം ബന്നി. ബണ്ണി അല്ല ഉണ്ണി, നീ പേടിക്കണ്ടെങ്കിൽ പോലും. ബന്നി അല്ലടാ, ബണ്ണീനാ പാവം. ഇനി നീ ഇവനോട് കന്നഡ പറയരുത്. ബണ്ണി അവിടെ ഇല്ലടാ ഉണ്ണി. ആ ബന്നി അല്ലടാ ഇത്, കന്നഡ ബന്നി. അത് അണ്ടർ മെയിൻ്റെനൻസാ. മോയലിനൊക്കെ പേടിച്ചിട്ട് പാവം. ബന്നി ഇതടിച്ചിരിക്കുക, സാറടിച്ചിരിക്കുക. ഞാൻ സൂപ്പറാ പൊളിച്ചിക്കോ. വീണ്ടും ആടാ ഒന്നി കൂടുതൽ തിന്നല്ലോ കേട്ടോ. ആ വിട്ടോ. ആ നേരെ അല്ല വന്നേ. ഉണ്ണിക്കൂടെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരും. നമുക്ക് ഉറപ്പാണ് ചേച്ചിയുടെ പറയാൻ പോകുന്നത്. അപ്പൂപ്പൻ്റെ മോൻ തന്നെ. അല്ല അല്ല എനിക്ക് വേണ്ട എൻ്റെ പൊന്ന്. ബാബുരുണ്ണി വാ. പേടിച്ചു വേണം അവൻ. മെട്രോ ട്രെയിൻ കാണാൻ പറ്റിയതാ, പോയി ആകെ ചെല്ലുമ്പോൾ തന്നെ പോകും. എടാ കാല് പോകല്ലോ കേട്ടോ അവിടെ ഇതിലെ. എടാ ഇത് കാല് പോലെ എവിടെ? ഒന്നര വില്ലല്ലേ? ഏതാ ഇതല്ലേ പണിയണ്ടേ? ഇത് പറഞ്ഞാൽ പണി.
അല്ല ഇത് കൂട്ടി സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കണം മുടക്കുള്ളൂ, പിന്നെ മെയിൻ്റെനൻസിൻ്റെ മാത്രമേ കാര്യമുള്ളൂ. എന്നാ പിന്നെ ഇരുമ്പിൻ്റെ ബെഞ്ചല്ലേ ഉള്ളേ പറഞ്ഞേ. എന്നാ പിന്നെ എല്ലാവർക്കും കയറാൻ പാകത്തിന് ഉണ്ടാക്കണം. ആ അതെ അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഐഡിയ ഉണ്ട്. ഒരു 5 മീറ്റർ ഉയരത്തിൽ 2 കമ്പി. 5 മീറ്ററോ? എന്നിട്ട് അതിന്റെ നടുക്ക് ഊഞ്ഞാല് 5 മീറ്റർ. എന്നിട്ട് ആ ഊഞ്ഞാലിൽ ഏണി വഴി കയറണം, എന്നിട്ട് ആടണം. അപ്പോൾ ഒരു കിട്ടുന്ന സുഖം. സീറ്റ് ബെൽറ്റും വേണം. താഴെ പോയി കഴിഞ്ഞാൽ ചത്തു പോകും. നമുക്ക് താഴെ നമ്മൾ ഈ ബെഡ് സെറ്റ് ചെയ്യും. ട്രാംപോളി ട്രാംപോളിൻ അതേ കൊള്ളാം. അപ്പോൾ 2 in 1 പരിപാടി. അത് കൊള്ളാം, അത് കൊള്ളാം, അത് ഞാൻ യോജിക്കുന്നു. ഓ ഇതിൻ്റെ അകത്ത് തന്നെ കുളമോ? ഇതിൻ്റെ അകത്ത് മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് മോട്ടർ അടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അതന്നെ ഫൗണ്ടനാണോ? ഫൗണ്ടനാ. അതെ അതെ. സൈഡിൽ കണ്ടോ? ഞാൻ പറഞ്ഞു. ശരിയാ ശരിയാ. ഓ നടുക്ക് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ പെട്ടിക്കകത്ത്. മോട്ടർ അടിക്കും. ഓ അതിന്റെ വാൽവ മേളിൽ ഉറക്കം വരുന്നതാണ് എനിക്ക്. അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഇതെല്ലാം പറയാം, നമ്മൾ ഒരിടത്തും കയറിയില്ലോ. എനിക്ക് ഊഞ്ഞാലേ കയറാം. എടാ നിങ്ങളതിൽ ഊഞ്ഞാലേ കയറാൻ വരുന്നുണ്ടോ? അല്ല അപ്പുറം ഉണ്ട് വലിയവർക്ക് കയറാനുള്ളത്. ആ ഊഞ്ഞാലേ കയറാം. ആ ഞാനും വരുന്നത്, എനിക്ക് മൂത്രം ഒഴിക്കാൻ വരുന്ന ആരെങ്കിലും. ആ എടാ നമ്മുടെ വ്യൂവേഴ്സിന് കാണണ്ടേ എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ചെടിയുടെ എടുത്തോ നീ? ചെടിയുടെ അടുത്ത് പോവാം. ആംബുലൻസ് എടാ ഉണ്ണിക്കൂടെ ആംബുലൻസിന്റെ സൗണ്ട്. ആഹാ ഓ ടോണി നോക്കടാ ക്യാമറ ഒന്ന് ക്ലോസ് അപ്പ്. ഉറുമ്പിന്റെ മേലിൽ ഉറുമ്പ്, ഡബിൾ ഉറുമ്പ്. എടാ നീ മറ്റേ ആശാനെ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നു? ആശാനെ വിളിച്ചെല്ലാം ഡീലാക്കി. ഡീലാക്കിയോ? എല്ലാം ഡീൽ. ആ അപ്പോൾ എവിടെ നിന്ന് കിട്ടും? ആശാൻ എവിടെന്നെങ്കിലൊക്കെ ബ്ലാക്ക് ഇറക്കിക്കോളും. മാത്രം കൊടുത്താൽ മതി. ഇവരെങ്ങനെ താഴെ ഇറങ്ങി തൂങ്ങി ഇറങ്ങിയ? അപ്പോൾ അതിന് ഇതും കുറവായിരിക്കും അല്ലേ? ആ അവൻ അവിടെ കറങ്ങാൻ കയറുക. നേരെ ഓപ്പോസിറ്റ് ഇരുത്തിയാൽ മതി. അല്ല അന്നേരം പിടിക്കാൻ പറ്റിയല്ല. കറക്കൂടാ, 2 കറക്കം ഇറക്കിയിട്ട് അവനെ എടുത്തു. അവനെ എടുത്തോളാം, അവന് മതിയായി കാണും. അവള് കറങ്ങട്ടെ. ഓ ഇതൊരൊറ്റ ആക്സിസിൽ അത് മറ്റേ പാടും തിരിയുമല്ലേ? അത് എങ്ങനെ വേണം, അത് ബെയറിംഗ് ആണെന്ന് തോന്നുന്നു. ഏതാ അതിന് പറഞ്ഞ് കിട്ടില്ല, അതുകൊണ്ട് പരിപാടി നിർത്തി. അതെ ആ പിള്ളേർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി, പിള്ളേരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇടുന്നത്. പറയൂ. ഇന്ന് ഞാൻ തോമസ് ചേട്ടന് വേണ്ടിയിട്ട് 2 വാഴ ഞാൻ മേടിക്കും. വാ 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 വാ. അത് സ്പോൺസർ ചെയ്യാൻ ടോണി. ആ നമ്മുടെ പോള് നമ്മൾ 4 പേരുടെ കൂടിയിട്ട് സ്റ്റേഷനോ? അവന് ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകണം. കുറെ നേരമായി സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ബീറ്റ് അതല്ലടാ. അയ്യോ പോലെ
ബേബി ഓടിക്കട്ടെ നിനക്ക് വന്നപ്പോൾ വേറെ ബോൾ നമുക്കൊരു കോട്ടി ചോദിച്ചു വന്നേ. എടാ നമ്മളെല്ലാവരുടെ കൂടി വീഡിയോ കോളൊക്കെ ചെയ്ത് വരുത്തില്ലടാ ടോണി തോമസ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല. എനിക്കത് കേട്ടപ്പോഴേക്കുണ്ടല്ലോ ചിരി കൊണ്ട് നിൽക്കാൻ പറ്റും. അല്ലല്ല അതല്ല അതല്ല ഇത് വേറെ ചോദിക്കാം ടോണി തോമസ് ബ്രദേഴ്സാണോ? ഇതുവഴിയല്ലേ പോകുന്നേ? ഞങ്ങള് ഒരു ബന്ധമില്ലെന്ന് നടിക്കാൻ വേണ്ടി വേറെ രണ്ട് കുറിയും എനിക്ക് നമ്മൾ എന്നാ പ്രൊഫഷനാ പഠിച്ചെന്ന് പറഞ്ഞില്ല. എന്നാ സോണി, ഇന്നാ, ഇന്നാ. എന്നാ അത്? ഇവിടെ പിടിച്ചോ. ആഹാ എടാ പോ 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 വാ 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 വാ, വാ, കൊണ്ടുവാ, കൊണ്ടുവാ, വാ, 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 വാ. എന്താ ശരിയാണ് അറിയാവനെ പിടിച്ചോ. നീ ഒന്ന് കേറിയതല്ലേ? എന്നാ കേറ്റിക്കോ, ഞാൻ പൈസ കൊടുക്കാം. നിക്ക്, ടോണി. നിക്ക്, നിക്ക്, നിക്ക്. എടാ നീ കേറിയതല്ല അവനെ കൂട്ടാ. ചെരുപ്പ് ഊരട്ടെ? ചെരുപ്പ് ഊരിട്ടെടാ. എടാ, ചെരുപ്പ് ഊരട്ടെടാ ഉണ്ണി. ചെരുപ്പ് ഊരിടട്ടെ. ദാ, അവിടെ വേറെ പിള്ളേർ. ചെരുപ്പ് ഊരിട്ടേക്ക് നോക്ക്, നോക്ക്, നോക്ക്. ഞാൻ പറഞ്ഞതാ നിങ്ങളോട്. കൊണ്ടുവാ. അയ്യോ എടാ ബേബി അത് അലമ്പ് കാണിക്കാതെ വാ 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 വാ. ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമ്മളെ പയ്യൻ വാ. ഇനി ഏത് കാലത്ത് വരാൻ ചെറുപ്പം. ഞാനേ അങ്ങോട്ട് കൂട്ട് വരാം കേട്ടോ. ഞാൻ അവനെ കയറ്റിക്കും. പക്ഷെ അമ്മരൊക്കെ കാണണം, അമ്മരെ പറഞ്ഞു വിട്ടാൽ മതി. ആ കയറുവാ പിടിച്ചോ. ഉണ്ണി മാറി കിടക്കണ. ഉണ്ണി അവിടെ പോ, അവിടെ പോ. ഉണ്ണി മാറിക്ക്, ചേച്ചിമാര് ചാടാൻ പോവാ. മാറിക്ക്, മാറിക്ക്. അവനെങ്കിൽ പിടിച്ചോ. അവര് ജമ്പ് ചെയ്തോളൂ, നീ മാറ്. അവനെങ്കിൽ പിടിച്ചോടിയാ. അല്ല, ഇവര് ചാടാൻ നിൽക്കോടാ. ആ കുഴപ്പമില്ല, ചാടിക്കോ. എൻ്റെ പോലെ അവൻ ഇവര് ചാടുന്നുണ്ട്. ആ അത് ചാട കാണാൻ വേണ്ടിയല്ലേ. നിങ്ങൾ എന്നിട്ട് കുറച്ച് ബോൾ ഇങ്ങോട്ട് തള്ളിയിട്. എവിനെ ബോൾ ഇങ്ങോട്ട് തള്ളിയിട്. ഏജു ഉണ്ണി വാ, പേപ്പും പോയി വാ. ഉണ്ണി വാ, ട്രെയിൻ കാണാൻ പോവാം, വാ. സ്റ്റേഷനിൽ പോവാം, വാ. വാ. ഇവനെ ഇവിടെ എന്നാ ബേളം വരെ ഞങ്ങൾ പോയത്. സൈഡിൽ കൂടെ വരരുത് പറഞ്ഞപ്പോ എല്ലാരും ഞാൻ പറഞ്ഞ അതിലേ പോയാൽ മതി.
എപ്പോ പറഞ്ഞോ ഇത് തന്നെ സ്ഥിരം പരിപാടി 3 എണ്ണം കൂടി ഇപ്പോൾ ഒന്നിച്ച്. ഈ കുത്തി മറിയല്ലടാ കൂടിയിട്ട്. ചെറിയ മുട്ടയുണ്ടോ ഇതിൻ്റെ അടുത്ത്? മുട്ടയോ? അവന് പിന്നെ ഏട്ടാ അവന് പിന്നെ പെമ്പിള്ളേരെയും തല്ലി കിട്ടിയാലും അവന് പ്രശ്നമൊന്നുമില്ല. ആരാമല്ലേ ആ പെമ്പിള്ളേരെയും തല്ലി കിട്ടിയാലും അവന് അഭിമാന പ്രശ്നമൊന്നുമില്ല. ആമ്പിള്ളേരെയും കിട്ടിയാലേ ഉള്ളൂ. ഇപ്പോഴാണ് കളം മാറി. ആ നേരത്തെ ഉണ്ണി വരല്ലേ ദേ ചേച്ചി ചാടട്ടെ മാറടാ ചേച്ചിമാര് ചാടാൻ പോയി മാറ് അവനെ പിടിച്ചോ പോയേക്കാം. എടാ ഉണ്ണി എടാ വാടാ കൊതു കടിക്കണടാ വാ. ഒരു രക്ഷ ഇവനെ ഇപ്പം പറഞ്ഞു വിടും കേട്ടോ. ഉണ്ണി അറിയില്ല കേട്ടോ. നമ്മൾ മൈൻഡാക്കായിരുന്നു. ആ മാറി ഇങ്ങ് പോരും. ഇങ്ങോട്ട് പോരും. അവന്നേരം അവൻ ഇങ്ങോട്ട് വരും. ശരണേ അവനെ പിടിച്ചോ പോയേക്കാം വാ. ഓടി നന്നായി. ഒരു ബാഗ് ഇല്ലേ നിൻ്റെ കയ്യിൽ? ആ അപ്പോൾ അത്യാവശ്യം തിരക്കായി കേട്ടോ. നമ്മളെല്ലാം തുറന്നു വെച്ചതല്ലേ ആദ്യം. പിന്നെയാണ് വണ്ടി ഫുൾ ആളായി, ബാക്കി തുറന്ന സാധനം മുഴുവൻ ആളായി. അതെ ഇത്രേ ഉള്ളൂ. പക്ഷെ റോയൽ എൻഫീൽഡുകാരനെ പറ്റിച്ചു സൈക്കിൾ. അല്ല ഇതെന്തായാലും നമുക്ക് ഈ ബ്ലോഗ് വെച്ചിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് പറയാം. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാ അവിടെ ഇരിക്കണതൊക്കെ രാവിലെ ആരാ വിളിച്ചത് തന്നെ? നോ ഡാഡി സിൻഡ്രോം ഉള്ളവരാ. രാവിലെ ആരാ വിളിച്ചേ? രാവിലെ ഒരു സ്ത്രീ. ആ അവരെന്നോട് പറഞ്ഞ് പാർട്സ് കിട്ടുമെന്ന്. ആ ഏറ്റുമാര് വന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ വന്നാൽ ഉറപ്പായിട്ട് സ്പെയർ പാർട്സ് കിട്ടുമെന്ന് പറഞ്ഞു. അതായത് ഇവൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നു. അതിൻ്റെ ചെയിൻ ഇടുന്ന സോക്കറ്റ് തേഞ്ഞു പോയി. അത് മാറാൻ വേണ്ടി ഇവൻ രാവിലെ അവിടെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഏറ്റുമാനത്തെ ഷോറൂമിൽ ചെന്ന് അവിടുന്ന് സാധനം മേടിക്കാം. വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ നാട്ടിലെ വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സാധനം മേടിച്ച് അവിടെ കൊടുത്തിട്ട് വേണം ശരിയാക്കാൻ. അങ്ങനെ ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞനുസരിച്ച് ഇവൻ ചെന്നു അല്ലേ? എന്നിട്ടോ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നാണം കെടുത്തുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അറച്ച് നമ്മളൊരു ഓണറാന്നുള്ള നിലയിൽ അതിലൊരു പട്ടി വില പോലും തന്നിട്ടില്ല. അത് ഏറ്റുമാനൂർ ഷോറൂമിന്റെ പേര് ഷോറൂമിന്റെ പേര് റോയൽ ഫീൽഡ് ഷോറൂം. അത്രേ ഉള്ളൂ. മറ്റേ ഹാങ് ക്ലബ് അതിന്റെ പേര് അതൊന്നും ഓർക്കണ്ടേ? ഹാങ് ഔട്ടിന്റെ ഓപ്പോസിറ്റ് അവിടെ മാനേജറുണ്ട്. അവനാണ് പട്ടി വില. പിന്നെ വർക്ക്ഷോപ്പിൽ പണിയെടുക്കണമെന്ന് വിചാരം അവനാന്ന് തോന്നും വണ്ടി എല്ലാം ഉണ്ടാക്കി ഇറക്കണം. മതി അത്ര വേണം. ഞാൻ വടക്കേക്കാര സോണി. അയ്യോ അത് ഞാനാ. പയ്യനെ വല്ല ആത്മവികാരം കൊണ്ട് പറഞ്ഞു പോയതാണ്. ആരും കാര്യമാക്കി എടുക്കരുത്. തമാശ കാര്യമായിട്ട് തന്നെ എടുക്കണം. ഈ റോയൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ഇതൊരു ചെയിൻ സ്പ്രോക്കറ്റും ഇത് ആറാമൽ മറ്റേ മുന്നിയാറി പറയാ വടക്കം വീരാകലെ ആറാമൽ ചേവറുടെ പിൻഗാമിയാണ്. പക്ഷേ ഞാനാണ് സോണി. അവിടെ രണ്ട് പണിയാണ്. ബേബി പോവാടാ. ഐസ്ക്രീം മേടിക്കാൻ പോവാ. പിള്ളേരുടെ കൊടുത്തിന്ന് കൊണ്ടുവന്നോണ്ട. വാ. പൂച്ച. ഇവിടെ വന്നാൽ പിള്ളേർക്കൊന്നും പോകാൻ തോന്നിയില്ല കേട്ടോ. അങ്ങനെയാണ് ചൈതന്യ പാർക്ക്.
ടോണിക്ക് പോകാൻ തിടുക്കാം വണ്ടി എടുത്ത്. സാരല്ല ബേബി വാ. വാ ബേബി സാരല്ല, നമുക്ക് അടുത്ത ആഴ്ച വരാൻ വേണ്ടി ഐസ്ക്രീം മേടിക്കാം. സാരല്ല ഉണ്ണി, നമുക്ക് പോയിട്ട് വരാം കേട്ടോ ഉണ്ണി. നമുക്ക് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. വാ നമുക്ക് കഴിച്ചിട്ട് വരാം, ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ.